നമസ്കാരം. മലയാളം പത്രങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പത്രങ്ങളിലെ ഇന്നത്തെ ഒന്നാം പേജ് ക്വാർട്ടർ പരസ്യം കണ്ട് ഞാൻ പൊട്ടിച്ചിരിച്ചുപോയി. 2 വർഷം മുൻപ് മരിച്ചുപോയ ഒരു ക്രിസ്തീയ മത മേലധ്യക്ഷനെ എങ്ങനെ അപമാനിക്കാം എന്ന് സ്വന്തം ചർച്ച് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ സ്ഥാപകനും മികച്ച വാഗ്മിയും സർവോപരി ഒരു നല്ല മനുഷ്യനുമായിരുന്നു KP യോഹന്നാൻ എന്ന മോർ ആൻഡ് മോർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്ത. അദ്ദേഹത്തെ പരിഹസിച്ച പരസ്യത്തെപ്പറ്റിയാണ് പറയുന്നത്. നല്ല ഇടയ, അതിരില്ല സ്നേഹമേ, അത് ശരി തന്നെയായിരിക്കും. പുരോഹിതൻ ഭൂമിയിലെ കുഞ്ഞാടുകൾക്ക് ഇടയനാണല്ലോ. അദ്ദേഹം സ്നേഹസമ്പന്നനുമായിരുന്നല്ലോ. അതിരില്ല സ്നേഹം ആയിക്കോട്ടെ, വിരോധമില്ല. പക്ഷേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന വാചകം ഞെട്ടിക്കുന്നു. പരസ്യം കൊടുക്കും മുൻപ് അദ്ദേഹത്തിൻ്റെ പത്നിയോടെങ്കിലും ഒരഭിപ്രായം ചോദിക്കാമായിരുന്നു. നല്ലൊരു ദൈവഭക്തിയായ ആ വനിത മലയാളം വായിക്കുമെങ്കിൽ, വിദേശി ആയതുകൊണ്ട് മലയാളം വായിക്കുമോ എന്ന് എനിക്കറിയില്ല, അത് കണ്ട് നെഞ്ചത്തടിച്ച് ദൈവത്തോട് ക്ഷമ ചോദിക്കും, ഉറപ്പാണ്. ഏകദേശം 36 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുകയും സൗഹൃദ ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അദ്ദേഹം കറ തീർന്ന പെന്തക്കോസ്തുകാരനായിരുന്നു. ഒരു വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് വെറും സാധാരണക്കാരനായി ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ. അച്ചായ കുടിക്കരുതേ. തന്നെ ആയിരങ്ങൾ സ്മരിക്കുന്നത് റേഡിയോ പ്രഭാഷണങ്ങളിലെ ഈ വാക്കുകളായിരുന്നു. തൻ്റെ റെക്കോർഡിംഗ് റൂമിൽ ഞാനും കുടുംബവും പോയപ്പോൾ എൻ്റെ ചെറിയ മക്കളെ അരികിൽ വിളിച്ച് ആശീർവദിച്ചത് ഓർമ്മയിലുണ്ട്. ഞാൻ മാതൃഭൂമിയിൽ ജേർണലിസ്റ്റായി ജോയിൻ ചെയ്യാൻ കാരണം അദ്ദേഹമാണ്. തൻ്റെ പബ്ലിക്കേഷൻ സ്ഥാപനത്തിൽ ഞാൻ ജോയിൻ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഇവിടെ ജോയിൻ ചെയ്യുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ തൻ്റെ ഭാഷയും കഴിവും വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു മതപരമായ പബ്ലിക്കേഷനിൽ ഒതുക്കേണ്ടതല്ല, പുറത്ത് നല്ല ഒരു പത്രത്തിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന്. വൈകാതെ മാതൃഭൂമി പബ്ലിക്കേഷനിൽ ഞാൻ ജോയിൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം എനിക്ക് ലഭിച്ചതിൻ്റെ ഒരു സ്നേഹവും നന്ദിയും എനിക്കെന്നും ഉണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലും കഴിയാത്ത വിധത്തിൽ ഉപഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട് അദ്ദേഹം വട്ടം കറങ്ങിയിരുന്നതായി എനിക്കറിയാം. താനൊരു ദൈവഭക്തനായിരുന്നു. പെന്തക്കോസ്തിൽ നിന്ന് എപ്പിസ്കോപ്പൽ വിശ്വാസ പ്രമാണങ്ങളിലേക്ക് മാറിയപ്പോൾ അടിമുടി വേഷഭൂഷാദികളും മാറി. അംശപടിയും വട്ടത്തൊപ്പിയും കുരിശുമാലയും കളർഫുൾ അങ്കിയും കൈക്കുരിശും ഒക്കെയായി ജഗപുക. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനം. പക്ഷേ ജീവിതകാലത്തൊരിക്കലും അദ്ദേഹം വിശ്വസിക്കാത്ത ഒരു പ്രമാണത്തിൽ അദ്ദേഹത്തെ മരിച്ച ശേഷം തേജോവധം ചെയ്ത് പരസ്യം നൽകിയവർ ക്ഷമ പറയേണ്ടതുണ്ട്. വിശുദ്ധ ബൈബിളിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പറയുന്നേയില്ല. മരിച്ചവർ മൗനതയിലാണെന്നാണ് വചനം പറയുന്നത്. അവർ മൗനമായി വിശ്രമിക്കുകയാണ്. കർത്താവിൽ നിദ്ര കൊണ്ടവർ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ ആദ്യം എടുത്തുകൊള്ളപ്പെടുന്നത് കാത്ത് കാത്ത് അക്ഷമരായി വിശ്രമിക്കുന്ന അവസ്ഥയാണത്. അവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പോലും കഴിയില്ല. പിന്നല്ലേ തൻ്റെ പഴയ കുഞ്ഞാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഈ പരസ്യത്തിൻ്റെ പിന്നിലെ ബുദ്ധി ആരുടേതായാലും KP യോഹന്നാൻ എന്ന പഴയ പാസ്റ്ററെ അപമാനിച്ചു. മരിച്ചവർ നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ ഉയർച്ചയോ താഴ്ചയോ ജയ പരാജയങ്ങളോ ആപൽ ദുഃഖങ്ങളോ ഒന്നും അവർ അറിയുന്നില്ല. നിത്യവിശ്രമത്തിലാണവർ. പാവങ്ങളായ അവരോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിട്ട് എന്ത് കാര്യം? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് മാത്രമാണ് നിലനിൽക്കുക. അതിനുള്ള പ്രതിഫലം കിട്ടുന്ന ദിവസത്തിനായി കാത്തിരിക്കാനാണ് വേദപുസ്തകം അനുശാസിക്കുന്നത്. കല്ലറയിൽ പോയി കുമ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. തിരി കത്തിച്ചിട്ടും ഫലമില്ല. പോയവർ പോയി, അവരൊന്നും അറിയുന്നില്ല. യോഹാൻ മെത്രാപ്പോലിത്തയായി നാമകരണം ചെയ്യപ്പെട്ട പൂർവാശ്രമത്തിലെ ഡോക്ടർ KP യോഹന്നാനോട് തങ്ങളുടെ വിശ്വാസ സമൂഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് വൈകാതെ സഭയുടെ വിശുദ്ധനായി പ്രതിഷ്ഠിക്കാനുള്ള തന്ത്രം അതുമാത്രമാണ് ഇതിൻ്റെ പിൻപിൽ. മരണപ്പെട്ടവർക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ ആ ദൈവദാസൻ എണീറ്റ് വന്ന് ഈ തന്ത്രശാലിയെ അടിച്ചു പുറത്താക്കുമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മീ. വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.